മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂറേത്രയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ യൂറിനറി സിസ്റ്റത്തിൻ്റെ ഓരോരോ പാർട്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കിഡ്നി, അതുപോലെ യുറേറ്റേഴ്സ്, ബ്ലാഡർ, ഇതെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. സോ ഇന്ന് നമ്മൾ യുറേത്ര ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ യുറേത്ര ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് മെയിലും ഫീമെയിലും എടുത്തു പറയേണ്ടി വരും. കാരണം മെയിലിലും ഫീമെയിലിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യൂറിനറി ഓർഗനാണ് യുറേത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ കിഡ്നീസും യുറേറ്റേഴ്സും ബ്ലാഡറും ഒക്കെ മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും ഒരുപോലെയാണ്. ബ്ലാഡർ വരെ എല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ ബ്ലാഡറിൻ്റെ താഴെ യുറേത്ര തുടങ്ങുന്ന അവിടെയാണ് മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ പ്രത്യേകിച്ചും വ്യത്യാസം വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മെയിൽ യുറേത്രയുടെയും അതുപോലെ ഫീമെയിൽ യുറേത്രയുടെയും ആ ഒരു റോളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ മെയിൽ യുറേത്ര ആക്ച്വലി ഒരു യൂറിനറി ട്രാക്ട്, യൂറിനെ കൺവേ ചെയ്യുന്ന ട്യൂബ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ഒരു റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും കൂടിയാണ് മെയിൽസിൽ. ഓക്കെ, മെയിൽ യുറേത്ര. കാരണം അത് യൂറിൻ മാത്രമല്ല കൺവേ ചെയ്യുന്നത് ഫ്രം ബ്ലാഡർ ടു ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. മാത്രമല്ല റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് എന്നുള്ള നിലയിൽ അത് സെമിനൽ ഫ്ലൂയിഡ്, സ്പേംസും ഇതൊക്കെ കൺവേ ചെയ്യുന്നൊരു ട്യൂബാണ്, ഒരു ജെനിറ്റൽ ട്രാക്റ്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും യൂറോളജി എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ, യൂറോളജി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്റ്റഡി ഓഫ് ദ യൂറിനറി സിസ്റ്റം. ഓക്കെ, അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് യൂറോളജി. അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്കെപ്പോഴും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഒരു സ്റ്റഡിയും കൂടെ, അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അവരുടെ ഡിസീസസ്, ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ യൂറോളജിയിൽ ഇൻക്ലൂഡഡ് ആവാനുള്ള കാരണം ഇതാണ്. ബിക്കോസ് മെയിൽ യുറേത്ര എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും കൂടി ഉൾപ്പെടും. ഓക്കെ, അതിൻ്റെ യുറേത്ര കൂടാതെ വേറെ കുറച്ച് ഓർഗൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ മെയിൽ യുറേത്രയുടെ റോൾ വരുമ്പോൾ എപ്പോഴും ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ആണ്, സെമിനൽ ഫ്ലൂയിഡും സ്പേം സെൽസും കൊണ്ടുപോകുന്ന ട്യൂബ് കൂടിയാണത്, അതർ ദാൻ യൂറിൻ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. ഫീമെയിൽസിൽ അത് എപ്പോഴും യൂറിനറി ട്രാക്റ്റായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, ഫീമെയിൽ യുറേത്ര. കാരണം ഫീമെയിൽസിൽ ജെനിറ്റൽ ട്രാക്ട് എന്ന് പറഞ്ഞ് വേറൊരു ട്രാക്റ്റ് ഉണ്ട്, നമുക്കറിയാം. യൂട്രസും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള വെജൈനയും ഒക്കെ വരുന്നതാണ് ഫീമെയിൽസിൽ ജെനിറ്റൽ ട്രാക്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഫീമെയിൽസിൽ എപ്പോഴും സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി ഉള്ളത്, അല്ലേ? യൂറിനറി സിസ്റ്റം യൂറോളജി എന്ന് പറയുമ്പം അതിൽ ഫീമെയിൽ ട്രാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഫീമെയിൽസിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റ്, ജെനിറ്റൽ ഓർഗൻസിന് വേണ്ടിയിട്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് വേണ്ടിയിട്ട് വേറൊരു സ്പെഷ്യാലിറ്റി തന്നെയുണ്ട്, നമുക്കറിയാം, ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ്. ഓക്കെ, അപ്പോൾ അതിതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ രണ്ട് ട്രാക്റ്റുകളും വേറെ വേറെയാണ് ഫീമെയിൽസിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെയിൽ യുറേത്രയും ഫീമെയിൽ യുറേത്രയുടെയും പാർട്സ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മെയിൽ യുറേത്ര. സോ മെയിൽ യുറേത്ര തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ, ബ്ലാഡറിൻ്റെ ഇതാണ് നമ്മൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ബ്ലാഡറിൻ്റെ ലൊക്കേഷൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പിക്ചർ ആക്ച്വലി ഒരു പെൽവിക് ക്യാവിറ്റിയുടെ, നമ്മുടെ അബ്ഡോമൻ്റെ ഒരു താഴത്തെ ഭാഗമാണ് പെൽവിക് ക്യാവിറ്റി എന്ന് പറയും. മുകളിൽ അബ്ഡോമിനൽ ക്യാവിറ്റി ഉണ്ട്, താഴെ ഈ പെൽവിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴത്തെ ഒരു പാർട്ടാണ്. സോ ഈ പെൽവിക് ക്യാവിറ്റി എന്താ പറയുക, ഒരു സൈഡ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, സോ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഓർഗൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിവിടെയാണ് ഫ്രണ്ട് ഭാഗം വരിക, ഇത് ബാക്കും. ഓക്കെ, സോ പോസ്റ്റീരിയർ അല്ലെങ്കിൽ ബാക്ക് ആയിട്ട് വരുന്ന ഓർഗനാണ് റെക്റ്റം എന്ന് പറയും. നമുക്കറിയാലോ, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയൊക്കെ ഒരു എൻഡിങ് പാർട്ടാണ് ഈ കാണുന്ന റെക്റ്റം. റെക്റ്റം വിൽ ബി ഓപ്പണിംഗ് അറ്റ് ദ എയ്നസ്. ഇവിടെ നമുക്ക് എയ്നസും കാണാം. ഓക്കെ, അപ്പോൾ റെക്റ്റമാണ് നമ്മുടെ പെൽവിക് ഓർഗൻസിൽ, മെയിൽസിൽ പെൽവിക് ഓർഗൻസിൽ പുറകിൽ വരുന്നത്. ഇവിടെ നമ്മുടെ സ്പൈനുണ്ട്, സ്പൈൻ പുറകിൽ നമ്മുടെ വെർട്ടിബിൾ കോളത്തിൻ്റെ ആ താഴത്തെ ഭാഗം, സ്പൈനിൻ്റെ താഴത്തെ ഭാഗം ഇവിടെ കാണാം. തൊട്ട് മുന്നിലായിട്ടാണ് റെക്റ്റം വരുന്നത്, അതിൻ്റെ മുന്നിലായിട്ടാണ് ബ്ലാഡർ ഇരിക്കുന്നത്. സോ ബ്ലാഡറിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന്, ബ്ലാഡറിൻ്റെ ആ നെക്ക് എന്ന് നമ്മൾ പറയും, അവിടെ നിന്നാണ് യുറേത്രയുടെ സ്റ്റാർട്ടിങ്. സോ മെയിൽ യുറേത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാഡറിൻ്റെ താഴത്തെ എൻഡിൽ നിന്ന് തുടങ്ങി, പിന്നീട് അത് ഇതുപോലെ പോയിട്ട് മെയിൽ യുറേത്രയുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെനിസിൻ്റെ ടിപ്പിലായിട്ടാണ് വരിക. ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞാൽ പെനിസിൻ്റെ ടിപ്പ് ഭാഗം കുറച്ച് ലാർജാണ്, കുറച്ച് റൗണ്ട് ആൻഡ് ലാർജാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുക. സോ ഈ ഗ്ലാൻസ് പെനിസിൻ്റെ ടിപ്പിലാണ്
മെയിൽ യുറേത്രയുടെ ഓപ്പണിംഗ്. ഇവിടെയാണ് നമ്മൾ യുറേത്രൽ മിയാറ്റസ് എന്ന് പറയും. അതായത് യുറേത്രയുടെ ഓപ്പണിംഗ്, യൂറിൻ പുറത്തേക്ക് വരുന്ന ഓപ്പണിംഗ് ആണ് യുറേത്രൽ മിയാറ്റസ്. അത് മെയിൽസിൽ എവിടെയാണ്? ഗ്ലാൻസ് പെനിസിൻ്റെ ടിപ്പിൽ. എന്താണ് ഗ്ലാൻസ് പെനിസ്? പെനിസിൻ്റെ ഒരു ലാർജായിട്ടുള്ള അറ്റം, അതിനെയാണ് നമ്മൾ ഗ്ലാൻസ് പെനിസ്, GLANS എന്ന് പറയും. GLANS, ഗ്ലാൻസ് പെനിസ്. അപ്പോൾ അതിൻ്റെ ടിപ്പിലായിട്ടാണ് യുറേത്രൽ മിയാറ്റസ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിൽ യുറേത്ര കടന്നു പോകുന്നത്. സോ നമുക്കിവിടെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടും കൂടെ നോക്കാം. ഇതാ നോക്കൂ, മെയിൽ യുറേത്രയുടെ ഫസ്റ്റ് പാർട്ട് വരുന്നത്, അതായത് ബ്ലാഡറിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു പോർഷൻ കണ്ടോ, ഇത് പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൂടിയാണ്. നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇവിടെ ഒരു ഓർഗൻ കാണാം ആ ബ്ലാഡറിൻ്റെ തൊട്ട് താഴെ. സോ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ കൂടിയാണ് മെയിൽ യുറേത്രയുടെ ഫസ്റ്റ് പാർട്ട് പോകുന്നത്. നമ്മളിതിനെ പ്രോസ്റ്റാറ്റിക് യുറേത്ര എന്നാണ് പറയുക. ഓക്കെ, ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് അകത്തുകൂടി പോകുന്ന യുറേത്ര, അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ യുറേത്ര. അതിനെയാണ് പ്രോസ്റ്റാറ്റിക് യുറേത്ര എന്ന് പറയുക. ഓക്കെ, ഈ പ്രോസ്റ്റാറ്റിക് യുറേത്ര കഴിഞ്ഞിട്ട് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് വെളിയിൽ വന്നിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട് ഇവിടെ കണ്ടോ, ഈ ഒരു സെക്കൻഡ് പാർട്ട്, ഈ ഒരു ചെറിയൊരു ഭാഗം, അതായത് പ്രോസ്റ്റേറ്റിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ മെംബ്രെയിനസ് യുറേത്ര എന്ന് പറയും. മെംബ്രെയിനസ് യുറേത്ര എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം, മിഡിൽ പാർട്ട്, ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാർട്ടാണ് ഇത്, മെംബ്രെയിനസ് യുറേത്ര. പിന്നീടുള്ള ലോങ് പാർട്ടാണ് നമ്മൾക്കറിയാം പെനിസിനകത്തുകൂടി പോകുന്നത്. ഇതിനെയാണ് നമ്മൾ പെനൈൽ യുറേത്ര എന്ന് പറയും. ഓക്കെ, പെനിസിൻ്റെ അകത്ത് കൂടി പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പെനൈൽ യുറേത്ര, PENILE. ഓക്കെ, പെനൈൽ യുറേത്രയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡിവിഷൻ ഓഫ് ദ മെയിൽ യുറേത്ര. അപ്പോൾ ഏതൊക്കെയാണ് 3 പാർട്സ്? പ്രോസ്റ്റാറ്റിക് യുറേത്ര ഉണ്ട് ഇവിടെ, പ്രോസ്റ്റേറ്റിനുള്ളിൽ കൂടി പോകുന്നത്. ദെൻ മെംബ്രെയിനസ് യുറേത്ര, ഒരു ചെറിയ ഭാഗം ബിറ്റ്വീൻ ഈ പ്രോസ്റ്റാറ്റിക് യുറേത്രയ്ക്കും പെനൈൽ യുറേത്രയ്ക്കും ഇടയ്ക്കുള്ള ചെറിയ ഭാഗത്തിനെയാണ് നമ്മൾ മെംബ്രെയിനസ് യുറേത്ര എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ദ തേർഡ് ഡിവിഷൻ ഇസ് ദ പെനൈൽ യുറേത്ര. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് പലപ്പോഴും മെയിൽ യുറേത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് വരാറുണ്ട്. ഒരു നോൺ ക്യാൻസറസ് ആയിട്ട്, ക്യാൻസർ അല്ല ബട്ട് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രോസ്റ്റേറ്റിന് വരാറുണ്ട്, പ്രത്യേകിച്ചും ഒരു 65-70 വയസ്സിനൊക്കെ മേളിലുള്ള മെയിൽസിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യൂറിനറി ട്രാക്റ്റ്, പ്രത്യേകിച്ച് യുറേത്ര ഇങ്ങനെ വല്ലാതെ ഞെരുങ്ങിപ്പോവുക പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് കാരണം. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഭയങ്കര കോമൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിൽ യുറേത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ യുറേത്രയും കൂടെ നോക്കാം. സോ ഫീമെയിൽ യുറേത്ര നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദ മെയിൽ യുറേത്ര. മെയിൽ യുറേത്രയ്ക്ക് ജെനിറ്റൽ ട്രാക്റ്റ് എന്നുള്ള റോളും കൂടിയുണ്ട്. ഓക്കെ, അതുകൂടി ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം. അതായത് ഒരു ജെനിറ്റൽ ട്രാക്റ്റ് എന്നുള്ള നിലയിൽ മെയിൽ യുറേത്ര കൊണ്ടുപോകുന്നത് സെമിനൽ ഫ്ലൂയിഡും സ്പേം സെൽസൊക്കെയാണ്. സോ ആ സ്പേം സെൽസ് ആക്ച്വലി വരുന്നത് നമുക്കറിയാം ഇവിടെ കാണുന്ന ടെസ്റ്റിസിൽ നിന്നാണ്. ഈ വൈറ്റ് ആയിട്ട് കാണുന്ന സ്ട്രക്ചറാണ് നമ്മുടെ എന്താ പറയുക ടെസ്റ്റിസ് അല്ലെങ്കിൽ ഗൊനാഡ്സ്, മെയിൽ ഗൊനാഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ മെയിൽ ഗൊനാഡ്സ് ഇരിക്കുന്നത് സ്ക്രോട്ടൽ സാക്ക്, സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സാക്കിനകത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് സ്പേം സെൽസ് ഉണ്ടായി അവർ പുറത്തേക്ക് വരിക. അവർ പുറത്തേക്ക് വരുന്ന ട്യൂബിനെയാണ് നമ്മൾ ഈ കാണുന്ന ഒരു കറുത്ത ഒരു ട്യൂബ് കാണാം, അതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയും. വാസ് ഡിഫറൻസ് എന്താണ്? ഒരു ട്യൂബാണ് വിച്ച് ഇസ് ക്യാരിയിങ് ദ സ്പേം സെൽസ് ഫോംഡ് ഇൻ ദ ടെസ്റ്റിസ് എവിടേക്ക്? ടു ദ യുറേത്ര. സ്പേം സെൽസ് എങ്ങോട്ടേക്കാണ് വരേണ്ടത്? ഫൈനലി യുറേത്രയിലേക്ക്. അപ്പം അങ്ങനെ യുറേത്രയിലേക്ക് സ്പേം സെൽസ് ടെസ്റ്റിസിൽ നിന്ന് എത്തിക്കുന്ന ട്യൂബാണ് നമ്മൾ ഈ കാണുന്ന വാസ് ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്പേം സെൽസ് യുറേത്രയിൽ വരുന്നു ഫ്രം ദ ടെസ്റ്റിസ് ത്രൂ ദ വാസ് ഡിഫറൻസ്. പിന്നെ ഈ സ്പേം സെൽസിനെ ക്യാരി ചെയ്യാനുള്ള ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് നമ്മൾ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഈ സെമിനൽ ഫ്ലൂയിഡും യുറേത്രയിലേക്കാണ് എത്തുക. ഈ സെമിനൽ ഫ്ലൂയിഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു 3 ഗ്ലാൻഡുകൾ നമുക്കിവിടെ കാണാം. ഇത് കണ്ടോ, ഇവരുടെ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഇവിടെ കാണാം. അതാണ് സെമിനൽ വെസിക്കിൾ. ഈ ഗ്ലാൻഡാണ് സെമിനൽ ഫ്ലൂയിഡിൻ്റെ ഒരു മേജർ പാർട്ട് യുറേത്രയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെമിനൽ വെസിക്കിൾസ്, ആക്ച്വലി സെമിനൽ വെസിക്കിൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സൈഡ് വ്യൂ ആയതുകൊണ്ട് ഒരു സെമിനൽ വെസിക്കിളെ കാണുന്നുള്ളൂ. അപ്പുറത്തും ഇതേപോലെ അപ്പുറത്തെ ഹാഫിലും ഒരു സെമിനൽ വെസിക്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊരു സെമിനൽ വെസിക്കിൾ വിൽ ബി സെക്രീറ്റിംഗ് സെമിനൽ ഫ്ലൂയിഡ് ഇൻ ടു ദ യുറേത്ര. അപ്പോൾ അങ്ങനെ സ്പേം സെൽസ് ടെസ്റ്റിസിൽ നിന്ന് വരുന്നു.
അതോടൊപ്പം ഈ സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഫ്ലൂയിഡും യുറത്രയിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഗ്ലാൻഡ്, ഈ സെമിനൽ ഫ്ലൂയിഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു ഗ്ലാൻഡാണ് നമുക്കറിയാലോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. സോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതിൻ്റെ ഫ്ലൂയിഡ് നേരിട്ട് യുറത്രയിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഗ്ലാൻഡ്, സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കി യുറത്രയിലേക്ക് എത്തിക്കുന്ന രണ്ടാമത്തെ ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ്. പ്രോസ്റ്റേറ്റ് ഒറ്റ ഗ്ലാൻഡാണ്, നടുക്ക് മിഡ് ലൈനിൽ തന്നെ വരുന്ന ഗ്ലാൻഡ്, ഒറ്റ ഗ്ലാൻഡേ ഉള്ളൂ. ബട്ട് സെമിനൽ വെസിക്കിൾ ആക്ച്വലി റൈറ്റിലും ലെഫ്റ്റിലുമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഗ്ലാൻഡ്സ് പറഞ്ഞു. സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കി സ്പേംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന 2 ഗ്ലാൻഡുകൾ, അല്ലെ, 2 സെമിനൽ വെസിക്കിൾസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ആൻഡ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഒറ്റ ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, റൈറ്റും ലെഫ്റ്റും ഇല്ല. ഇനി പ്രോസ്റ്റേറ്റിൻ്റെ താഴെ നമുക്കൊരു ചെറിയ സ്ട്രക്ചർ കാണാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബൾബോ യുറേത്ര ഗ്ലാൻഡ് എന്ന് പറയും. ഈ ഗ്ലാൻഡ് അതേപോലെ തന്നെ ഈ സെമിനൽ വെസിക്കിളിനെയും പ്രോസ്റ്റേറ്റിനെയും പോലെ ഈ യുറേത്രയിലേക്ക് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. അതും ബൾബോ യുറേത്ര ഗ്ലാൻഡും സെമിനൽ വെസിക്കിളിനെ പോലെ തന്നെ റൈറ്റും ലെഫ്റ്റുമുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഗ്ലാൻഡേ കാണുന്നുള്ളൂ, ബട്ട് അത് സൈഡ് വ്യൂ ആയതുകൊണ്ടാണ്. മറ്റേ ഹാഫിൽ ഒരു ഗ്ലാൻഡും കൂടെ ഉണ്ടാവും. സോ 2 ബൾബോ യുറേത്ര ഗ്ലാൻഡ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അതേപോലെ 2 സെമിനൽ വെസിക്കിൾസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇവർ 3 പേരും കൂടിയാണ് സ്പേം സെൽസിൻ്റെ കൂടെ പോകാനുള്ള സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. കാരണം സ്പേം സെൽസിന് എപ്പോഴും ഒരു ഫ്ലൂയിഡ് മീഡിയം വേണം അവർക്ക് സഞ്ചരിക്കാൻ. മാത്രമല്ല അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ട ന്യൂട്രീഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നവരാണ് നമുക്ക് ഈ കാണാം യുറത്രയുടെ സമീപത്തായിട്ട് കാണുന്ന ഈ ഗ്ലാൻഡുകൾ. അപ്പോൾ അങ്ങനെ ഈ 3 ഗ്ലാൻഡുകൾ ഉണ്ടാക്കുന്ന ഫ്ലൂയിഡും അതുപോലെ ടെസ്റ്റിസിൽ നിന്ന് വാസ് ഡെഫറൻസ് വഴി വരുന്ന സ്പേം സെൽസും ആരാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്, കൺവേ ചെയ്യുന്നത്? യുറേത്രയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ യുറേത്രയുടെ ഡബിൾ റോളിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. യൂറിനേഷൻ്റെ ഒരു പ്രധാന ട്രാക്റ്റാണ്, യൂറിൻ കൊണ്ടുപോകുന്ന ട്രാക്റ്റുമാണ്. അതേസമയം റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് എന്നുള്ള നിലയിൽ അതെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സെമനെയും കൂടെ കൺവേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് യുറേത്രയുടെ 2 റോളുകൾ. പിന്നെ ഒരു കാര്യമുള്ളത്, യൂറിനേഷൻ്റെ സെമിനൽ ഫ്ലൂയിഡും സ്പേം സെൽസും പോകുന്ന സമയത്ത് അതിന് നമ്മൾ ഒരു പേര് പറയും, ഇജാക്കുലേഷൻ എന്നാണ് പറയുക. ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് സെമിനൽ ഫ്ലൂയിഡും സ്പേം സെൽസും യുറേത്രയിൽ കൂടി പുറന്തള്ളുന്നതിനാണ് ഇജാക്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഇജാക്കുലേഷൻ്റെ സമയത്ത് എപ്പോഴും നമ്മുടെ ഈ ബ്ലാഡറിൻ്റെ ഒരു വാൽവ്, സ്ഫിങ്ക്റ്റർ ഉണ്ടാവും. അപ്പോൾ ആ സ്ഫിങ്ക്റ്റർ ടൈറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. സോ യൂറിൻ ഒരിക്കലും ഈ പറഞ്ഞ സെമിനൽ ഫ്ലൂയിഡുമായിട്ട് മിക്സ് ആവില്ല. കാരണം യൂറിൻ ബ്ലാഡറിൽ തന്നെ ഇരിക്കും, ബിക്കോസ് ഇജാക്കുലേഷൻ്റെ സമയത്ത് ബ്ലാഡറിൻ്റെ സ്ഫിങ്ക്റ്റർ ടൈറ്റായിട്ട് അടയുന്നത് കൊണ്ട്. അപ്പോൾ അറ്റ് എ ടൈം എപ്പോഴും ഒരു റോളേ ഉണ്ടാവുള്ളൂ, യൂറിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇജാക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൽ യുറേത്രയെ പറ്റി. ഇനി നമുക്ക് ഫീമെയിൽ യുറേത്രയെ പറ്റി വലുതായിട്ടൊന്നും പറയാനില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഒരു ട്യൂബ് മാത്രമാണ്, ഇറ്റ് ഇസ് ജസ്റ്റ് ടു കൺവേ ദ യൂറിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓർഗൻസിനെയും കൂടെ നോക്കാം. ഇവിടെയും നമുക്ക് ഏറ്റവും ബാക്കിൽ ദ സ്പൈൻ, ഇതും പെൽവിക് ക്യാവിറ്റി തന്നെയാണ്, ബട്ട് ഫീമെയിലിൻ്റെയാണ്. സോ ഏറ്റവും പുറകിൽ നമുക്ക് സ്പൈൻ കാണാം, വെർട്ടിബിൾ കോളം കാണാം. വെർട്ടിബിൾ കോളത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് യു ക്യാൻ സീ ദ റെക്റ്റം ഈസ് ഓപ്പണിങ് അറ്റ് ദ ഏനസ്. അതിൻ്റെ മുന്നിൽ കണ്ടോ, ഇതാണ് പ്രധാന മെയിൽ ആൻഡ് ഫീമെയിൽ പെൽവിക് ക്യാവിറ്റിയുടെ ഒരു വ്യത്യാസം കണ്ടോ. ഇവിടെ നമ്മൾ നോക്കിയപ്പം ബ്ലാഡർ, റെക്റ്റം പുറകിൽ, ബ്ലാഡർ മുന്നിൽ, ഈ 2 പ്രധാന ഓർഗൻസേ ഉള്ളൂ. പക്ഷേ ഇവിടെ രക്തത്തിനും ബ്ലാഡറിനും ഇടയിൽ യൂട്രസ് ഉണ്ട്. അതാണ് ഒരു മേജർ ഡിഫറൻസ്. കണ്ടോ, പെൽവിക് ഓർഗൻസ്, ഫീമെയിലിലെ പെൽവിക് ഓർഗൻസ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഇടയ്ക്ക് ബ്ലാഡറിനും രക്തത്തിനും ഇടയിൽ യൂട്രസും കൂടി ഉണ്ടാവും. ഓക്കെ, സോ ഏറ്റവും പുറകിൽ റെക്റ്റം, തൊട്ടു മുന്നിലായിട്ട് യൂട്രസിൻ്റെ ട്രാക്റ്റിൻ്റെ പേരാണ് നമ്മൾ ഈ ബ്രൗണിഷ് ആയിട്ട് കാണുന്ന, ഇതാണ് വെജൈന. ദ ട്യൂബ് വിച്ച് ഇസ് കണക്റ്റിംഗ് യൂട്രസ് ടു ദ ഔട്ട് സൈഡ് ഓഫ് ദ ബോഡി. ഇവിടെയാണ് വെജൈനയുടെ ഓപ്പണിംഗ്. പിന്നെ മുന്നിലായിട്ട് ബ്ലാഡർ കഴിഞ്ഞിട്ട് യുറേത്ര. കണ്ടോ, ഫീമെയിൽ യുറേത്ര ഭയങ്കര ഷോർട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ മെയിലിൽ 3 ഭാഗങ്ങളൊക്കെ പറഞ്ഞു, ലോങ് ആണ്, 8 ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഈ മെയിൽ യുറേത്രയ്ക്ക്. എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടാണ് ഫീമെയിൽ യുറേത്ര. ഒരു 2 ഇഞ്ചസിനൊക്കെ താഴെ, ഒരു 1.5 to 2 ഇഞ്ചസ് മാത്രമേ ഈ ഫീമെയിൽ യുറേത്രയ്ക്ക് ലെങ്ത് ഉള്ളൂ. ഇവിടെ ഇത്തിരി കുറച്ചുകൂടെ നീളം കൂട്ടിയിട്ടാണ് കാണിച്ചത്, കാരണം ഈ പടം തന്നെ കുറച്ച് ലോങ് ആയിട്ട് തോന്നുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് ട്യൂബ് കേട്ടോ. ഒരു ലെസ് ദാൻ 2 ഇഞ്ചസ് ലെങ്ത് മാത്രമുള്ള ട്യൂബാണ് ഫീമെയിൽ യുറേത്ര. ഓക്കെ, ക്യാരിയിങ് യൂറിൻ ഫ്രം ബ്ലാഡർ ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അപ്പോൾ അത്
ഏറ്റവും മുന്നിലുള്ള ഓർഗനാണ് ബ്ലാഡർ. അവിടെ നിന്നാണ് യുറേത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. തുറക്കുന്നത് ഫീമെയിൽ യുറേത്ര തുറക്കുന്നത് എപ്പോഴും ഫീമെയിൽ ജെനിറ്റേലിയ എന്ന് പറയും, വൾവ. ഇതിനാണ് നമ്മൾ വൾവ എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ദ ഫീമെയിൽ. അതിന് നമ്മളൊരു കളക്റ്റീവായിട്ടൊരു പേര് കൊടുക്കുന്നതാണ് വൾവ എന്ന് പറയും. സോ വൾവയിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട്, ഓക്കെ, വെജൈനൽ ഓപ്പണിങ്ങിൻ്റെയും ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് യുറേത്രയുടെ ഓപ്പണിംഗ് വരിക. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ യുറേത്രൽ ഓപ്പണിംഗ് ആണ്. അതിൻ്റെ പുറകിൽ വെജൈനയുടെ ഓപ്പണിംഗ്, ഏറ്റവും പുറകിലായിട്ട് രക്തത്തിൻ്റെ ഓപ്പണിംഗ്, അതായത് ഏനസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫീമെയിൽ യുറേത്ര ഉള്ളത്. അപ്പോൾ ഫീമെയിൽ യുറേത്ര ഏറ്റവും ആൻറ്റീരിയർ മോസ്റ്റ് സ്ട്രക്ചറാണ് ട്യൂബുകൾ നോക്കുമ്പോൾ. ഓക്കെ, രക്തം പിറകിൽ, വെജൈന തൊട്ട് മുന്നിൽ, ഏറ്റവും മുന്നിൽ യുറേത്ര. ഓപ്പണിങ്സും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു കമ്പാരിസൺ കൂടി പറഞ്ഞു തരാം ഈ രണ്ട് ഓർഗൻസ് തമ്മിൽ. മീൻസ് ഫീമെയിൽ യുറേത്ര ആൻഡ് മെയിൽ യുറേത്രയുടെ ഒരു വ്യത്യാസം ഞാനൊരു ബോർഡിലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പിക്ചറിൽ കണ്ടതുപോലെ മെയിൽ യുറേത്രയും ഫീമെയിൽ യുറേത്രയും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. സോ പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മളിപ്പോൾ പിക്ചറിൽ കണ്ടതാണ്, ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ മെയിൽ യുറേത്രയും ഫീമെയിൽ യുറേത്രയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ലെങ്ത്തിലാണ്. ഓക്കെ, ലെങ്ത്തിലുള്ള ഡിഫറൻസ്. മെയിൽ യുറേത്ര കുറച്ചുകൂടി ലോങ് ആണ്. 7 to 8 ഇഞ്ചസ് ലെങ്ത് ഉണ്ട് മെയിൽ യുറേത്രയ്ക്ക്. ഫീമെയിൽ യുറേത്ര വളരെയധികം വ്യത്യാസമുണ്ട്. ജസ്റ്റ് 1.5 to 2 ഇഞ്ചസ് ലെങ്തേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ലെങ്ത്തിലുള്ള ഡിഫറൻസ്. അടുത്തത് നമുക്കറിയാം മെയിൽ യുറേത്ര, അതിന് 3 പാർട്സ് ഉണ്ട്. അത് കടന്നു പോകുന്ന ഏരിയാസ് വെച്ചിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഭാഗമാണ്, അതായത് ബ്ലാഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുള്ള ഫസ്റ്റ് പാർട്ട് ആണ് പ്രോസ്റ്റാറ്റിക് യുറേത്ര എന്ന് പറയും, വിച്ച് ഇസ് പാസിങ് ത്രൂ ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതിനുശേഷം ഒരു ചെറിയ ഭാഗം, മിഡിൽ പാർട്ട്, വളരെ ചെറിയ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഭാഗമാണ് മെംബ്രെയിനസ് യുറേത്ര എന്ന് പറയും. പ്രോസ്റ്റാറ്റിക് യുറേത്ര കഴിഞ്ഞിട്ട് ഉള്ള യുറേത്രയുടെ പോർഷനെയാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത്, മെംബ്രെയിനസ് യുറേത്ര എന്ന് പറയും. അത് നമ്മുടെ സ്ഫിങ്ക്റ്റർ, എക്സ്റ്റേണൽ യൂറിനറി സ്ഫിങ്ക്റ്റർ, ബ്ലാഡർ സ്ഫിങ്ക്റ്ററിലൊക്കെ കൂടെ പോകുന്നതാണ് ഈ മെംബ്രെയിനസ് യുറേത്ര എന്ന് പറയും. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ആൻഡ് ദ ലോങ്സ്റ്റ് പാർട്ടാണ് നമ്മൾ പെനൈൽ യുറേത്ര എന്ന് പറയും, വിച്ച് ഇസ് പാസിങ് ത്രൂ ദ പീനിസ്. അപ്പോൾ അങ്ങനെ 3 ഭാഗങ്ങളാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള മെയിൽ യുറേത്രയ്ക്കുള്ളത്. പ്രോസ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്നു, പിന്നെ ഒരു ചെറിയ പാർട്ട് മെംബ്രെയിനസ് യുറേത്ര, ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം, ലോങ് ആയിട്ടുള്ള ഭാഗം പെനൈൽ യുറേത്ര, പാസിങ് ത്രൂ ദ പെനിസ്. പിന്നെ അതേസമയം നമ്മളിപ്പോൾ ഫീമെയിൽ യുറേത്ര നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഒന്നാമത് വളരെ ഷോർട്ടാണ്, 1.5 to 2 ഇഞ്ചസ് മാത്രം. ഇറ്റ് ഇസ് ജസ്റ്റ് പാസിങ്, ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് എനി ഡിവിഷൻസ്, ഇതുപോലെയുള്ള പാർട്സ് ഒന്നുമില്ല. ജസ്റ്റ് പാസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജൈന പുറകിലും യുറേത്ര ഫ്രണ്ടിലുമായിട്ട് പോകുന്നു. വേറെ നമുക്ക് അങ്ങനെ ഒരു പാർട്ടായിട്ടുള്ള ഡിവിഷനൊന്നും ഇല്ല. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ ഓപ്പണിംഗ് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, മെയിൽ യുറേത്രയുടെ ഓപ്പണിംഗ്, രണ്ട് യുറേത്രകളുടെയും ഓപ്പണിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നത് യുറേത്രൽ മിയാറ്റസ് എന്നാണ്. യുറേത്രൽ മിയാറ്റസ് എന്ന് പറയും. സോ മെയിൽ യുറേത്രയുടെ യുറേത്രൽ മിയാറ്റസ് വരുന്നത് ഗ്ലാൻസ് പെനിസിന്റെ ടിപ്പിലാണ്. ഓക്കെ, യുറേത്രൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെനൈൽ യുറേത്രയുടെ ആ ലാസ്റ്റ് ഭാഗം അവിടെയാണ്, പെനിസിന്റെ ടിപ്പിലാണ്, ഗ്ലാൻസ് പെനിസിന്റെ ടിപ്പിലാണ് മെയിൽ യുറേത്രയുടെ ഓപ്പണിംഗ് വരുന്നത്. ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത് പെനിസിന്റെ ടിപ്പിലുള്ള ഒരു റൗണ്ട് ആൻഡ് ലാർജ് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ടിപ്പിലായിരിക്കും യുറേത്രൽ മിയാറ്റസ് വരിക. എന്നാൽ ഫീമെയിൽ യുറേത്രൽ മിയാറ്റസ് വരുന്നത് നമ്മൾ പറയും എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഓഫ് ദ ഫീമെയിൽ, വൾവ എന്ന് പറയും. അപ്പോൾ അവിടെ വെജനൽ ഓപ്പണിങ്ങിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് യുറേത്രൽ ഓപ്പണിംഗ് വരുന്നത്, യുറേത്രൽ മിയാറ്റസ് വരുന്നത് ഫീമെയിൽസിൽ. ഓക്കെ, so males it is at the tip of the glans penis, and in the females it is at the vulva, located the opening is located just in front of the vaginal opening. Okay, and finally ഇതിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ മെയിൽ യുറേത്രയുടെ ഫങ്ഷൻ, മെയിൽ യുറേത്രയ്ക്ക് 2 റോളാണുള്ളത്. അത് യൂറിനറി ട്രാക്റ്റുമാണ്, യൂറിനെ കൺവേ ചെയ്യുന്ന ട്രാക്റ്റുമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അല്ലെ, ജെനിറ്റൽ ട്രാക്ട് കൂടിയാണ്. സോ ആ ഒരു യൂറിനറി ട്രാക്ട് എന്നുള്ള രീതിയിൽ ഇറ്റ് ഇസ് ട്രാൻസ്പോർട്ടിങ് യൂറിൻ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അതൊരു ജെനിറ്റൽ ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്നുള്ള നിലയിൽ ഇറ്റ് ഇസ് കൺവേയിങ് സെമൻ. ഓക്കെ, സെമിനൽ ഫ്ലൂയിഡ്സ് വിത്ത് സ്പേം സെൽസ്. അപ്പം അങ്ങനെ 2 കാര്യങ്ങളെയാണ്
മെയിൽ യുറേത്ര കൊണ്ടുപോകുന്നത്. ബിക്കോസ് അതിന് ആ ഒരു രണ്ട് റോൾ ഉള്ളതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഫങ്ഷനിങ് ആസ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് ദ യൂറിനറി ട്രാക്ട്. ഓക്കെ, ബട്ട് ഫീമെയിൽ യുറേത്ര ഇസ് ഓൺലി ഹാവിങ് വൺ റോൾ, ദറ്റ് ഇസ് യൂറിനറി ട്രാക്ട് ആയിട്ട് മാത്രം. സോ യൂറിൻ മാത്രമേ അത് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്. രണ്ടുപേരും യൂറിനറി ട്രാക്റ്റുമാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം മെയിൽ യുറേത്രയ്ക്ക് ഒരു എക്സ്ട്രാ റോൾ കൂടി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂറോളജിയിൽ തന്നെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും നമ്മൾ പഠിക്കുക. ഫീമെയിൽ യൂറിനറി ട്രാക്ട്, ജെനിറ്റൽ ട്രാക്ട്, ഇത് രണ്ടും രണ്ടാണ്. ജെനിറ്റൽ ട്രാക്ട് വിൽ ബി സ്റ്റഡീഡ് അണ്ടർ ഗൈനക്കോളജി ആൻഡ് ഓബ്സ്റ്റെട്രിക്സ്. യൂറിനറി ട്രാക്ട് നമ്മൾ സാധാരണ പോലെ യൂറോളജിയിൽ വരും. ബട്ട് മെയിൽസിൽ ഈ യൂറോളജിയിൽ തന്നെയാണ് യുറേത്രയുടെ ആ ഒരു റോൾ, ആ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്നുള്ള റോൾ വരുന്നത് കൊണ്ട് നമ്മൾ യൂറോളജി എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട്, മെയിൽ യൂറിനറി ട്രാക്ട് മാത്രമല്ല, മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ സ്റ്റഡിയും കൂടിയാണ്, വിച്ച് ഈസ് ഇൻക്ലൂഡിങ് ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും അതിൻ്റെ കൂടെയുള്ള മറ്റ് ആക്സസറി ഗ്ലാൻഡ്സും. അതൊക്കെ നമുക്കിനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരുമ്പോൾ പഠിക്കാം. അപ്പോൾ അത്രയും ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ടും കൂടെ കണക്റ്റഡ് ആണ് നമ്മുടെ മെയിൽ യുറേത്ര. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂറോളജി എന്ന് പറഞ്ഞാൽ അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഫീമെയിൽസിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് വേറെ, സ്പെഷ്യാലിറ്റിയും വേറെ, ഗൈനക്കോളജി ആൻഡ് യൂറിനറി ട്രാക്ട് വേറെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി കിഡ്നിയുടെ ഫങ്ഷൻസും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.